നമ്മളെ നാട്ടിലത്തെ മെയിൻ ബ്ലോഗറാണ് ഷിബിലി MSP MPT അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അവസാനത്തെ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഈശ്വരി യൂട്യൂബേഴ്സിന്റെ കളി ഉണ്ടോ അപ്പൊ അത് കാണാൻ പോകുന്നുണ്ടോ? അപ്പൊ ആ വീഡിയോ മൈൻഡ് വരുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കില്ലല്ലോ. അപ്പൊ ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടോ. ഇതുണ്ട് മാജിക് ലാൻഡ് ടർഫ്, അവിടെയാണ് കളി. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ റൂമിൽ കയറിയിട്ടോ. അവിടെ ഒരു JCB തന്നെ ഉണ്ടോ, ഏകദേശം G1 ഉണ്ടോ, എന്താ ജേഴ്സി ഒക്കെ വിതരണം ചെയ്യുന്നത്. അഭിഷേക് ജേഴ്സി കൊടുക്കുന്നുണ്ടോ. പിന്നെ എൻ്റെ മാനസി ഫണ്ട് കയറാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ഒക്കെ ഉണ്ടോ അവിടെ ഇന്ന് ഒരുമിച്ച് കൂടി. അപ്പോൾ അതൊക്കെ ഉണ്ട് കാണാം. മാനസി ഫണ്ട് കയറാൻ പോകുന്നുണ്ട്. അഞ്ച് അടുത്ത ഒരാൾക്ക് ജേഴ്സി കൊടുക്കട്ടെ. ജേഴ്സി കൊടുക്കുമ്പോൾ അനുഗ്രഹിച്ചിട്ടുണ്ടോ. കാരണം ഇങ്ങനെ ടീം തോറ്റു പോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ കോമഡി കാണാം. അലജ് കൊടുത്തുകാർ തോൽക്കേണ്ടത് ഇതാണ്. ആടാ രാംകോ സിമെന്റ് നേരെ താഴത്തേക്കൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ജിന്നിയെ കണ്ടിട്ട്. ജിന്നി നമ്മൾ കഴിഞ്ഞ കളിക്ക് പയ്യനാട് അന്ന് അവിടെ വെച്ച കണ്ടിട്ടോ. പിന്നെ കുറച്ച് നമ്മൾ ആകാശം ഉണ്ട്. പിന്നെ ആകാശിനെ കണ്ടിട്ട് കുറേ കാലമായിട്ടോ. ആകാശം ഈ കാണും. ആകാശം ആകാന്ന് മുട്ടിക്കാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കുറേ കാലത്തിന് വെച്ച് കാണാം കേട്ടോ ഞങ്ങൾ തമ്മിൽ. പിന്നെ ഏതായാലും നമ്മൾ ജിന്നത്ത് പോയിട്ട് ജിന്നിയൻ കാര്യം ചെറിയ പഠിക്കുക വെച്ച് കിട്ടോ. പന്തളിച്ചപ്പോൾ നാട്ടിലെ ചെക്കന്മാരെന്ന് വെച്ചപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏതായാലും ജിന്ന അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മ്യൂസിക് കോപ്പറേറ്റീവിൽ മ്യൂസിക് കാരണമാണ് നമ്മൾ വോയിസ് പറയാൻ കണ്ടാണ്. ഇപ്പോൾ ലൈവായി നമ്മൾ പറയുന്ന നമുക്ക് ഇതാക്കാം. അപ്പോൾ അത് കിട്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ജിന്നിയത്ത് പോയി. പിന്നെ നമ്മൾ കളിക്കാരൊക്കെ ഒത്തൊരുമിച്ചിട്ടോ. പിന്നെ ഇവിടെ ചെറിയ തല്ലുണ്ടോ അതൊക്കെ കേൾക്കാം. ഷിബിലി ബ്ലോഗറുണ്ട് നമ്മളെ നാട്ടിലെ. നമ്മളെ നാട്ടിലത്തെ മെയിൻ ബ്ലോഗറാണ് ഷിബിലി MSP MPT അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അവസാനം തക്കാനായിട്ടോ. കളി നിർത്തി പോകുന്നില്ല. അൻസിന് ഗോൾ സമയം ഉണ്ടാവില്ല. അപ്പൊ ജയിച്ചാൻ വേണ്ടി ഇറങ്ങുന്ന ടീമാണ് കേട്ടോ. 5 മണിക്ക് നയിക്കുന്ന ടീം. ആരൊക്കെ ഉണ്ട് വേറെ വീഡിയോ നോക്കിയിട്ട് പഠിക്കണം. യൂട്യൂബർ 5 മണിക്ക് നയിക്കുന്ന ബൊമ്മ കളി കേട്ടോ. നമ്മൾ മാജിക് ലാൻഡ് നടക്കുന്നത്. ജയിച്ചു അറിയില്ല. വയനാട്ടിന് വന്നുകാരേ മലപ്പുറത്ത് കുടിയേരി മലപ്പുറത്തിൻ്റെ ടീമിനെ കൊണ്ട് കളിപ്പിച്ചാൽ നിൽക്കണം കേട്ടോ. മേടോ എത്തുന്നൊക്കെ ഉണ്ടോ. ജിന്നിന് പകരം വേറെ തടിക്കാൻ ഇറക്കി. ജിന്നി വിസ്റ്റു ഇറങ്ങിയിട്ടുണ്ട്. സെവൻസിന് പന്ത് കൊണ്ട് ആറാടിയ ആകാശുണ്ടോ. അൻസിമിൻ്റെ ടീമിനെ നയിക്കാൻ വേണ്ടി ആകാശം റെഡിയാണ് കേട്ടോ. സെറ്റാണ് കേട്ടോ. കത്തിച്ചടക്കും വേണ്ടി കളിച്ചാൻ ആകെ പറ്റുന്നുണ്ടേ. ഞാൻ രാത്രി ചെക്കന്മാരപ്പം കളിച്ചപ്പോൾ കഴിഞ്ഞ ആങ്കന് പരിക്കേച്ചു. അതുകൊണ്ട് കളിച്ചാൻ പറ്റിയില്ല എന്ന സങ്കടത്തോടെ ജിന്നി ഗ്രൗണ്ടിലേക്ക് വന്നു നിൽക്കുന്നുണ്ടോ അല്ലേ? മറു ടീമിനെ എതിരാളിയായി ഇതാക്കും മനക്കായി ഡോണാക്കി കേട്ടോ. പറക്കും വന്നു. എത്ര ഗോൾ അടിച്ചു? 2 ഗോൾ അടിച്ചല്ല.
ഇങ്ങോട്ട് വരാൻ പാടില്ല കേട്ടോ. അൻസിഫിനെയും ടീമിനെയും പടയാളികളെയും പൊരുത്തിടാൻ വേണ്ടി ഫീക്കൻസ് ടീം സെറ്റാണ് കേട്ടോ അല്ലേ? സെറ്റല്ലേ? സെറ്റല്ലേ? എത്ര ഗോൾ വെച്ചു അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആകാശിനെ വെട്ട് കറക്കണം അല്ലേ? ആകാശിന് ഒരു പേടിയില്ല, ഒരു പേടിയില്ല. ഫുൾ ടീം സെറ്റ് തീർക്കും. തകർത്തൊടിക്കും. എങ്ങനെ ആക്കും? തീർക്കോ? ഡാ കളി എങ്ങനെയാക്കും? ജയിച്ചോ? പ്ലാനിങ് കളിയാണ്. ജയിക്കും. ആകാശിനെ എങ്ങനെ തീർക്കും? ആകാശിന് ബ്ലോക്ക് ചെയ്യാൻ ഒറ്റല്ലേ സീനില്ല. ഒരു പ്ലെയറിനെ ഒരു ടീമിൽ പഠിക്കണം ഇല്ല. അപ്പൊ ജയിച്ചു എന്ന് അഭിപ്രായം ഉണ്ട് നമ്മളിപ്പം പറയുന്നേ, ഈ ചെക്കൻ പറയുന്നേ. ഉറപ്പല്ലേ? നമുക്ക് കളി നോക്കാം. ഓക്കെ. ഓയി ജയിച്ചു പോയിട്ടുണ്ട്. എന്താ കാട്ടാ? ആ ചോദിച്ചു. നിങ്ങൾക്ക് എന്താ പറയല്ലേ? ഓയി ജയിച്ചു പോയിട്ടുണ്ട്. ഓയി ജയിച്ചു പോയിട്ടുണ്ട്. എന്താ പറയല്ലേ? ജയിച്ചോണ്ടോ? ജയിച്ചിട്ട് കഴിയാൻ ജിന്നു പോയിട്ടുണ്ട്. ഡോണേ അപ്പൊ ജയിച്ചാലേ കൂടാഴ്ചനൊക്കെ നമ്മ ജിന്നു പറഞ്ഞിട്ടുണ്ടോ? പഠിച്ചോട്ടെ, നമ്മള് പഠിച്ചത് കാട്ടി കൊടുക്കാം, നമ്മള് കളിയിൽ കാട്ടി കൊടുത്താണ്. പിന്നെ ഫസ്റ്റ് ലെവൽ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞത്. ആ ഫസ്റ്റ് 7 സോറി ഒരു വിങ്ങില് ഷിനാണ്ടോണ്, ഒരു വിങ്ങില് എനിക്ക് ഉണ്ടാവും, സെൻട്രലിൽ വെച്ച് കളിക്കും, ഒരു റൈറ്റിലെ ലെഫ്റ്റ് കളിക്കണമെങ്കിൽ നമുക്ക് ഏതാ കളിക്കാൻ സുഖം? ആ ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് കളിച്ചോ. പിന്നെ ഉള്ളത് തട്ടി കളിച്ച് അടിച്ച് കളിച്ചോ. തട്ടി കളിച്ചു അഭിപ്രായം പറയാം. ക്ലോസ് ചെയ്യാന്നല്ല, ചെക്ക് ചെയ്ത് ക്ലോസ് ചെയ്യും. പിന്നെ ഡിലേ ചെയ്ത് നിൽക്കാനല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രീ സ്റ്റൈലും കാര്യങ്ങളൊന്നും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വർക്കാവില്ല. രണ്ടും ഡിസിഷൻ മേക്കിംഗ് രണ്ടും എൻ്റെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും. അതാണ് ചെക്ക് ചെയ്തിട്ട് കളിക്കാം. ഓക്കെ പാസ് ചെയ്ത് കളിക്കാം. അതെ, വിളിച്ചിറക്കണം കേട്ടോ. ബാക്കിലേക്കാണ് വിളിച്ചിറങ്ങുന്നത്. ആകാശ അവിടെ പോയി നിൽക്കരുത്, കളിക്കണം കേട്ടോ. ഈ വിളിച്ചു ഇറങ്ങി ഇറങ്ങാണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ സ്കോർ സിനാൻഡോന്റെ അതിമനോഹരമായ കൊണ്ടുപോയി ആകാശിലേക്ക് പാസ് ചെയ്തു. അൻസിഫ് മോണിക്കന്റെ അടുത്തേക്ക് ഇതാ എത്തുന്നു. ആകാശ് കളയുന്നു. അൻസിഫ് മോണിക്ക എടുക്കുന്നു. അൻസിഫ് മോണിക്ക വിസുവിന് കൊടുക്കുന്നു. വിസു വയനാടൻ മോഹന് കൊടുക്കുന്നു. ഓനെ പറ്റി അയിലത്തേനെ പറ്റി പെണ്ണുങ്ങളെ വെച്ച് പോയില്ലേ? പത്താം കഴിയാൻ പോയോ? എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? ഗോൾ അടിപൊളിയായിട്ടോ. അവിടുന്ന് അല്ലയിലെ ചെറുക്കന്മാരെ ഒച്ചമില്ല. 5 ഭാഗം കൊഞ്ഞിട്ടോ. 5 ഭാഗം കൊഞ്ഞിട്ടോ. 5 കയറ കളിമണ്ടി. കോച്ച് പറഞ്ഞ കേൾക്കണില്ല. കോച്ച് തന്നെ കേൾക്കില്ല. അൻസിഫ് കൊടുത്ത അസിസ്റ്റിലെ ഗോൾ അടിച്ച് പോകുമ്പോ ചുരി കൊണ്ടിട്ട് നിന്ന ഗോളാ നടക്കോ. അവിടുന്ന് വലിച്ചേ ഞാനവിടെ ഒന്ന് ബാക്കിക്കണത്. അതാ ഗോൾ. കൊടുക്കാൻ പോണേ. അതെങ്ങാനും ഗോളയക്കണേ
നിക്കണ്ടല്ല പായന്റെ വരും അൻസ് പോളായ ജിഞ്ഞു പണിക്കുകയുണ്ടോ വായിക്കണമെങ്കിൽ പാഞ്ഞാ മതിയാവും ഞാൻ കഴിഞ്ഞോ